ഇന്നത്തെ ലൈവിക്കുള്ള ലഞ്ചിന് ബ്രോക്കലി തോരൻ, പാവയ്ക്ക മെഴുക്കോട്ടി, ഫിഷ് ഫ്രൈ, ഏത്തക്ക എരിശ്ശേരിയാണ് കേട്ടോ. കഴിക്കാടാ. ബ്രോക്കലി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ ഞാൻ ഈ വെക്കുന്ന തോരനൊന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ലെവിക്കുണ്ട് ഇതുവരെ പ്രശ്നമില്ല, മുമ്പോട്ട് എങ്ങനെയാണെന്ന് അറിയത്തുമില്ല കേട്ടോ. വൈറ്റമിൻ എയും സിയും കെയും പിന്നെ ഡൈജഷന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനെ വെറുപ്പിക്കാത്ത രീതിയിൽ ഇടയ്ക്കൊക്കെ ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് കൊടുക്കാറുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോയി നടന്നിട്ട് വരും. തിരിച്ചു വരാൻ നേരത്തെ പാർസൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ നടന്നു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവന് ടോയ്ലറ്റ് പോകാനായിട്ടുണ്ടാകും. ഇതാണ് അവൻ്റെ ഡെയിലി ഉള്ള റുട്ടീൻ. ഓ കഴിഞ്ഞോ? ഫിനിഷ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ വന്ന് ക്ലീൻ ചെയ്യത്തുള്ളൂ എന്ന് അവനറിയാം. ടിഷ്യൂ ഒക്കെ വെച്ച് അവൻ ക്ലീൻ ചെയ്യുന്ന പോലൊക്കെ എന്നെ കാണിക്കും. പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. ചെറുപ്പത്തിലെ ഞാൻ ഈ ഫോട്ടോയിലുള്ള എല്ലാവരും പരിചയപ്പെടുത്തിയതുകൊണ്ട് അവന് ബോറടിക്കാൻ നേരത്ത് അവരോട് ഇരുന്ന് സംസാരിക്കുന്നതാണ്. അയ്യോ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബ്രോക്കലി തോരനല്ലേ, അരിഞ്ഞു വെച്ചിട്ട് പോയതാണ്. ആദ്യം കുറച്ച് തേങ്ങയും ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊച്ചുള്ളിയാണ് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം കറി ലീവ്സും വറ്റൽമുളകും ചെറിയുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം നന്നായി ഊറ്റി കളഞ്ഞതിന് ശേഷം മാത്രമേ ബ്രോക്കലി ഇടാവുള്ളൂ കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അരച്ചു വെച്ച അരപ്പും ചതച്ചു വെച്ച അരപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ക്യുമിൻ പൗഡറും ചേർത്ത് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി നമുക്ക്. പക്ഷെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു 8 to 10 മിനിറ്റ്സ് വെക്കണം കേട്ടോ. തോരന്റെ മണം അടിച്ചപ്പോഴേ ആളിതേ കിച്ചണിലെത്തി. അവൻ ആ തവിയിലുള്ള തോരൻ കുറച്ച് കഴിച്ചാലേ അവനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് ഒക്കെ നോക്കി. ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത് സീബ്രീമാണ്. അവൻ ആ വാലിന്റെ പോർഷൻ ഭയങ്കര ഇഷ്ടമാണ്. 2 വാലും ഫ്രൈ ചെയ്യാനാണ് പറയുന്നത്. നാളെ പിന്നെ ഞാൻ വാലും തപ്പി നടക്കേണ്ടി വരും. ലെവിയുടെ അപ്പായ്ക്ക് ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ എന്ന് പറയുന്നത് പാവയ്ക്കയാണ്. നമ്മുടെ റിജോഷിന്റെ അമ്മ വയനാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ലെവിക്കും ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക ഫ്രൈ. അത് മാത്രം തന്നെ ഇരുന്ന് കഴിച്ചോളൂ. ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ശേഷം ഞാനും അവൻ്റെ കൂടെ ഇപ്പോൾ ചെറുതായിട്ട് കിടന്ന് ഉറങ്ങും. ആ സമയത്തേ നമുക്കും റെസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് അമ്മമാർ റെസ്റ്റ് എടുക്കുക തന്നെ വേണം. പണ്ട് ഞാൻ ആ സമയത്ത് ഇരുന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പം ഞാൻ യൂട്യൂബ് വീഡിയോസ് അധികം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അവൻ്റെ കൂടെ കൂടുതൽ ടൈമും കിട്ടുന്നുണ്ട്. ഉറങ്ങി എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പ്. ലെവിക്കുട്ടിൻ്റെ ഈ പ്രയറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി ആളുകൾ അതിനകത്ത് ചോദിച്ച ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് പഠിപ്പിച്ചെടുത്തതെന്ന്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഡെയിലി കാണുന്നത് കൊണ്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ മാതാപിതാക്കൾ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നത് കണ്ട് ശീലിച്ച ആളുകളാണ് ഞങ്ങൾ. അതിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ തലമുറയ്ക്ക് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു കാര്യമാണ് ഈ പ്രയർ ഡയറി എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. ഞാനിത് കൊച്ചിയിലുള്ള ബ്ലെസ്സിങ് ടുഡേ എന്നാണ് വാങ്ങിയത്. ഡാമിയൻ ബ്രദറിൻ്റെ ബുക്കാണ്. ഒത്തിരി വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ എല്ലാ പ്രെയർ പോയിന്റ്സും അതിനകത്താണ് എഴുതിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു പ്രെയർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പ്രെയർ ഡയറിയുടെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. മമ്മി ഒരു 100 പേർക്കെങ്കിലും ഈ പ്രെയർ ഡയറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിലുള്ള ബ്ലെസ്സിങ് ടുഡേ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാലും ഇവിടെ ഒരാൾക്ക് തന്നെ വർഷിപ്പ് ചെയ്യണം. അതിനുള്ള സമയം ഞാൻ അവന് കൊടുക്കാറുണ്ട്. അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷവും അതുപോലെ തന്നെ ഭയങ്കര പ്രൗഡുമാണ്. അപ്പോൾ അടുത്ത റീലിൽ ബാക്കി വിശേഷമായിട്ട് കാണാം. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.